അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് ചന്ദ്ര ഇങ്ങനെ ഓട്ടോക്കാരനുമായിട്ട് തർക്കിക്കുകയാണ് കേട്ടോ. കൂടുതൽ വർത്താനൊന്നും പറയണ്ട, താനെന്താ എന്നെ പറ്റിക്കാൻ നോക്കുകയാണോ? 100 രൂപ വേണമെങ്കിൽ തരാം, വരാൻ പറ്റുമെങ്കിൽ വാ. പക്ഷേ ഓട്ടോക്കാരൻ ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൂട്ടി പറയുകയാണ് കേട്ടോ. പക്ഷേ ചന്ദ്ര അമ്പിന് വില്ലിൽ അടിക്കില്ല. വേണ്ട, താനൊന്നും പറയണ്ട, ഞാൻ നടന്നങ്ങോട്ട് പൊക്കോളാം. ഇനി ഫ്രീ ആയിട്ട് വന്നാൽ തൻ്റെ വണ്ടിയിൽ ഞാൻ പോരുന്നില്ല. ഇങ്ങനെ പറഞ്ഞ് തിരിഞ്ഞ് നടക്കുക കേട്ടോ. നേരെ ചെല്ലുന്നത് ശ്രുതിയുടെ ഫ്രണ്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ്, ഹലോ മാഡം, ജവഹർ നഗറിലേക്കാണോ? അതെ, എങ്ങനെ മനസ്സിലായി? ഓട്ടോക്കാരനുമായിട്ടുള്ള തർക്കം ഞാൻ കണ്ടിരുന്നു. അത് പിന്നെ അക്രമല്ലേ? ഇവിടുന്ന് ജവഹർ നഗർ വരെ പോകാൻ വേണ്ടിയിട്ട് 250 രൂപ വേണമെന്ന്. 100 രൂപയുടെ ഓട്ടേ ഉള്ളൂ. അപ്പോൾ ശ്രുതി പറയാണ്, ഇത് വരെ സ്ഥിരം പരിപാടിയാണ്. ആളെ തരം നോക്കിയേ ഇവർ ചാർജ് ചെയ്യുന്നത്. മേഡത്തിനെ കണ്ടാൽ നല്ല തറവാടിയാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. അതാ അയാളെ കാശ് കൂട്ടി ചോദിച്ചത്. മാഡം എന്തായാലും ഓട്ടോക്കാരനെ സ്മാർട്ടായിട്ടാണ് ഡീല് ചെയ്തത്. ഞാനും ജവഹർലാൽ നഗറിലേക്കാ, വേണമെങ്കിൽ കയറിക്കോ, അവിടെ എവിടെയാണെന്ന് വെച്ചാൽ ആക്കി തരാം. പക്ഷേ ചന്ദ്ര മടിച്ച് നിൽക്കുകയാണ് കേട്ടോ. എന്താ, സ്കൂട്ടർ കയറാൻ പേടിയുണ്ടോ? എന്നാൽ പിന്നെന്താ, കയറിക്കോ, ഞാനാക്കി തരാം. അങ്ങനെ ചന്ദ്ര ശ്രുതിയുടെ സ്കൂട്ടറിൽ കയറുവാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടി പോവാണ്. പോകുന്നതിനിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്ര ഇങ്ങനെ പറയുന്നുണ്ട്, മോക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായല്ലേ? ആ അതെ, പിന്നെ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായി. ഞാൻ പോകുന്ന വഴിയിലേ മേഡത്തിനൊന്ന് ഇറക്കി വിടുന്നത് കൊണ്ട് 2 ദിവസത്തെ എൻ്റെ കാര്യം മൊത്തം കഴിയും. എന്നാലും സാരമില്ല എന്നൊക്കെ തമാശ രീതിയിൽ പറയാണ് കേട്ടോ ശ്രുതി. അപ്പം പറയാണ്, ഇക്കാലത്ത് സ്വന്തം മക്കൾ പോലും സ്വന്തം അമ്മയെ സഹായിക്കില്ല. അങ്ങനെയുള്ളപ്പോൾ മറ്റുള്ളവരും ബുദ്ധിമുട്ട് കണ്ട് അറിഞ്ഞ് സഹായിക്കാൻ മോള് കാണിക്കുന്ന ഈ മനസ്സുണ്ടല്ലോ, നല്ല മനുഷ്യർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഒരു വലിയ കാര്യമാണോ? എന്നെ കൊണ്ടാവുന്ന സഹായം ഞാൻ എന്നും മറ്റുള്ളവർക്കൊണ്ട് ചെയ്യും. എന്നിട്ട് സംസാരത്തിൻ്റെ ഇടയ്ക്ക് ശ്രുതി പയ്യെ നമ്മുടെ സ്കൂട്ടർ ഇങ്ങനെ ഓഫാക്കുകയാണ് കേട്ടോ. അങ്ങനെ സ്കൂട്ടർ നിന്ന് പോവാണേ. എന്നിട്ട് ഇങ്ങനെ സ്കൂട്ടറൊക്കെ തുറന്നിങ്ങനെ ഓരോ അഭിനയിക്കുകയാണ് കേട്ടോ. പെട്രോൾ തീർന്ന പോലെയൊക്കെ ശ്രുതി ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ, കള്ളത്തരത്തിൽ. അയ്യോ ഷേ, പെട്രോൾ തീർന്നല്ലോ. രാവിലെ എൻ്റെ കൂട്ടുകാരി വണ്ടി എടുത്ത് പോയിരുന്നു, അവൾ പെട്രോൾ അടിച്ചിട്ടില്ല, മറന്നു കാണും. ഷോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ചന്ദ്ര പറയുകയാണെങ്കിൽ പമ്പലേ കാണുന്നത്, അവിടെ കയറി പെട്രോൾ അടിച്ചാൽ പോരെ? അല്ല, അതിപ്പോൾ ഞാൻ ക്യാഷോ കാർഡോ ഒന്നും കൊണ്ടു നടക്കാറില്ല. 2 ദിവസമായിട്ട് ഓൺലൈൻ പേയ്മെൻറ്റ് അടയ്ക്കാനും പറ്റുന്നില്ല. എന്തോ ഒരു പ്രോബ്ലം. മേഡത്തിന് ഞാനൊരു ഓട്ടോ വിളിച്ച് തരട്ടെ? അപ്പം മോളെങ്ങനെ പോവും? ഞാൻ വേറൊരു ഓട്ടോ വിളിച്ചിട്ട് വീട്ടിൽ പോയി പേഴ്സ് എടുത്തിട്ട് തിരിച്ചു വരും. അപ്പോൾ ചന്ദ്ര പറയാണ്, എന്തിനാ എത്ര ബുദ്ധിമുട്ടുന്നത്? തൽക്കാലം പെട്രോൾ അടിക്കാനുള്ള പണം ഞാൻ തന്നാൽ പോരെ? അയ്യോ വേണ്ട മേഡം, അതൊന്നും ശരിയാവില്ല. ഒരു പരിചയമില്ലാത്ത എനിക്ക് പണം തരാമെന്നൊക്കെ പറയുമ്പോൾ എന്താ കുഴപ്പം? ഒരു പരിചയമില്ലാത്ത എന്നെ സഹായിക്കാൻ തയ്യാറായില്ലേ? ഇപ്പം മോക്കൊരാവശ്യം വരുമ്പോൾ ഞാൻ കണ്ടില്ലെന്ന് വെക്കണോ? അതിനെ അഭിനയിക്കുകയാണ് കേട്ടോ. ഓ എന്നാലും എന്നാലുമില്ല, അവിടെ കയറി പെട്രോൾ അടിക്കുക, 200 രൂപ ഞാൻ തരാം പോരെ? എന്നിട്ട് ശ്രുതി ചന്ദ്രയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പയ്യെ ഇങ്ങനെ കള്ളത്തരത്തിൽ ഇങ്ങനെ മുഖം ഇങ്ങനെ ഫേസ് തിരിക്കുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ അവർ പെട്രോൾ അടിച്ചിട്ട് ജവഹർ നഗറിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ്. എന്നിട്ട് പകുതി എത്തിയപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, മോളെ ഞാനിവിടെ ഇറങ്ങുവാണ്, എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോകുന്നത്. അവക്കടെ വീട് കുറച്ച് അപ്പുറത്താണ്, എനിക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കണം. മോൾ നടന്നു വയ്ക്കോ, ഞാൻ വന്നോളാം. അപ്പോൾ ശ്രുതി പറയാണ്, മേഡത്തിൻ്റെ നമ്പർ തന്നിരുന്നെങ്കിൽ ഞാൻ ക്യാഷ് അയച്ച് തന്നേനെ. മോൾ അങ്ങനെ ചെയ്യുന്നത് എനിക്കറിയാവുന്നത് കൊണ്ടാണ് ഞാൻ നമ്പർ തരാതെ. മോൾ ചെല്ല്, കൊണ്ടെങ്കിൽ എവിടെയെങ്കിലും വെച്ച് വീണ്ടും കാണാം. അങ്ങനെ ചന്ദ്ര പോവാട്ടോ. അപ്പോൾ ശ്രുതി ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറയുവാണ്, ഓ ഇതുപോലെ ഡെയിലി ഒരെണ്ണത്തിനെങ്കിലും മുന്നിൽ കൊണ്ടുവന്ന് ചാടിക്കണേ ദൈവമേ. അങ്ങനെ ഇന്നത്തെ പെട്രോൾ കാശ് മുതലായി. അടുത്ത സീനിൽ കാണിക്കുന്നത് ബാമയുടെ വീടാണ് കേട്ടോ. ബാമയുടെ വീട്ടിലേക്കാണ് നമ്മുടെ ശ്രുതി വരുന്നത് കേട്ടോ. ആ ശ്രുതി ആയിരുന്നോ? ആ മേഡത്തിന് സുഖമല്ലേ? ഓ എന്ത് സുഖം മോളെ, മോക്കറിയില്ല എൻ്റെ പ്രശ്നം. ഇങ്ങനെ കടിഞ്ഞൊരുങ്ങി നടക്കുന്നതേ ഉള്ളൂ, ശരീരം മൊത്തം വേദനയാണ്. അതിനെന്താ, നമുക്കിപ്പോൾ ശരിയാക്കാം. ശ്രുതിയാണ് കേട്ടോ ഫിസിയോതെറാപ്പിസ്റ്റായിട്ട് നമ്മുടെ ബാമയുടെ വീട്ടിലേക്ക് വന്നത്. കഴിഞ്ഞ ആഴ്ച വിളിച്ചില്ലല്ലോ, എന്ത് പറ്റി? എൻ്റെ കൂട്ടുകാരുടെ മോൻ്റെ വിവാഹമായിരുന്നു, അതും കൂടി കഴിഞ്ഞപ്പോൾ എനിക്ക് തീരെ വയ്യാതെയായി. സമയം കളയണ്ട, നമുക്കിപ്പോൾ തന്നെ തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ബാമക്ക് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതി. ബാമ ഇങ്ങനെ മസാജിൽ ഇങ്ങനെ സുഖിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഓരോ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. കല്യാണത്തിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ശ്രുതി ബാമേനോട് ചോദിക്കുന്നത്. പറയുന്നുണ്ട്, എൻ്റെ കൂട്ടുകാരിനെ ഞാൻ ശ്രുതിനെ പരിചയപ്പെടുത്തി തരാം. ഇനി അങ്ങോട്ടേക്ക് അവൾക്കും സ്ട്രെസ്സൊക്കെ വരും, അപ്പോൾ ശ്രുതിയുടെ സേവനം അവൾക്കും വേണ്ടി എന്തായാലും വേണ്ടി വരും. താങ്ക് യു മാഡം. അതിനിടയിൽ കൂടെ ശ്രുതി നമ്മുടെ ബാമേനെ പറ്റിക്കണുണ്ട് കേട്ടോ. കാലുവേദനക്ക് എന്തോ ജപ്പാനിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു ഓയിലുണ്ട്, അതുപയോഗിച്ചാൽ ഭയങ്കര ഫലമാണ് എന്നൊക്കെ പറയണം കേട്ടോ. അപ്പോൾ ബാമ ചോദിക്കുകയാണ്, അതിനൊക്കെ നല്ല പൈസയാവില്ലേ? ഓ അതിനെന്താ, അല്ലെങ്കിലേ മുട്ടുമാറ്റ ശസ്ത്രക്രിയയൊക്കെ ചെയ്യേണ്ടി വരും കേട്ടോ ഭാവിയിൽ. അപ്പോൾ എത്രയാണ് മോളെ അതിൻ്റെ വില?
അപ്പോൾ പെട്ടെന്ന് ശ്രുതി വാതിലൊക്കെ അടിച്ചിട്ട് ഭാമയുടെ അടുത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണെങ്കിൽ വിലയാണ് നല്ല പ്രശ്നം, അതങ്ങനെ എളുപ്പം കിട്ടുന്ന മരുന്നൊന്നല്ല, ഓർഡർ ചെയ്ത് വരുത്തണം. മാർക്കറ്റിൽ ഒരു 9,000 വില വരും, പക്ഷേ എനിക്കായതുകൊണ്ട് 5,999 രൂപക്ക് കിട്ടും. ആ വിലക്ക് തരും. ലാഭമൊന്നും എനിക്ക് വേണ്ട, മാഡത്തിൻ്റെ ആരോഗ്യമല്ലേ എനിക്ക് വലുത്. ശരി മോളെ, ഇന്ന് തന്നെ ഓർഡർ ചെയ്തോ, ഞാൻ പണം തരാം. അങ്ങനെ ഭാമ കെണിയിൽ വീഴുവാണ് കേട്ടോ. പെട്ടെന്ന് കോളിംഗ് ബെല്ല് അടിക്കുകയാണ് കേട്ടോ. ശ്രുതി ചെന്ന് വാതിൽ തുറക്കുമ്പോൾ നിൽക്കുന്നത് ചന്ദ്രയാണ് കേട്ടോ. അപ്പോൾ ചന്ദ്രനോട് പറയാണ്, അയ്യോ മേഡം, ഞാൻ ഓൺലൈനായിട്ട് പൈസ സെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞതല്ലേ. അപ്പോൾ ചന്ദ്ര ചോദിക്കണം, ഞാനതിന് പൈസ വാങ്ങിക്കാൻ വന്നതെന്ന് നിന്നോട് ആര് പറഞ്ഞു? ഭാമയില്ലേ അകത്ത്? എന്നിട്ട് ചന്ദ്ര അകത്തേക്ക് കയറുവാണ് കേട്ടോ. അപ്പോൾ ചന്ദ്രനോട് ഭാമ പറയാണ്, ഇതാണ് ഞാൻ പറഞ്ഞ കക്ഷി. ഓ, ഈ മിടുക്കിനെ കുറിച്ചാണോ നീ എപ്പോഴും പറയുന്നത്? ഞങ്ങൾ ഒന്നിച്ച് അങ്ങോട്ടേക്ക് വന്നത്. ഓ, അതെങ്ങനെ? അപ്പോൾ വന്ന കഥയൊക്കെ നമ്മുടെ ശ്രുതി ഇങ്ങനെ പറയാണ് കേട്ടോ ഭാമയോട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഭാമ മോളെപ്പറ്റി എപ്പോഴും പറയാറുണ്ട്, നിൻ്റെ തെറാപ്പി ഇല്ലായിരുന്നെങ്കിൽ അവൾ പണ്ടേ കിടപ്പിലായി പോയേനെന്ന്. അയ്യോ, അതൊന്നും എൻ്റെ കഴിവല്ല വേണം, ഞാൻ ചെയ്യുമ്പോൾ ദൈവം അതിൻ്റെ ഫലം നൽകുന്നു, അത്രയേ ഉള്ളൂ. അന്നപ്പോൾ ഭാമ പറയാണ്, ശ്രുതി, ഇവരുടെ മകൻ്റെ വിവാഹത്തിന് ഞാൻ കഴിഞ്ഞ ആഴ്ച പോയത്. ഓ, ഇപ്പോൾ മനസ്സിലായി, ഒരുപാട് സ്ട്രെസ്സുള്ള ആ ഫ്രണ്ട് ഇതാണല്ലേ. അയ്യോ, അങ്ങനെയൊന്നുമില്ല മോളെ, പിന്നെ പ്രായമായി വരികയല്ലേ, അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടെന്ന് ചന്ദ്ര പറയാണ് കേട്ടോ. അപ്പോൾ ശ്രുതി പതുക്കെ ബാബേനെ സോപ്പിടുന്നത് പോലെ തന്നെ നമ്മുടെ ചന്ദ്രനും പയ്യെ സോപ്പിടാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മെസ്സേജ് ചെയ്ത് തരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വേറൊരു ദിവസം ആവട്ടെ എന്ന് ചന്ദ്ര പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി കേൾക്കുന്നില്ല. ഇന്നത്തെ സെക്ഷൻ എൻ്റെ വക ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് ചന്ദ്രക്ക് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ചന്ദ്രയ്ക്ക് ഇങ്ങനെ മസാജ് സുഖിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭാമ പറയുന്നുണ്ട്, 2 ആഴ്ച കൂടുമ്പോൾ ശ്രുതിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഓരോ സെക്ഷൻ എടുത്താൽ മതി, പിന്നെ നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. എന്നിട്ട് ഭാമ മറ്റേ മുട്ടുവേദനക്കുള്ള മരുന്നിൻ്റെ ക്യാഷ് കൊടുക്കണം കേട്ടോ ശ്രുതിക്ക്. അങ്ങനെ അത് വാങ്ങി അവരോട് യാത്രയൊക്കെ പറഞ്ഞ് ശ്രുതി പോവാണ് കേട്ടോ. ഭാമ അതിനുശേഷം ചന്ദ്രയോട് ചോദിക്കുകയാണ്, നീ നിൻ്റെ കാര്യം പറ, നീ എന്താ എന്നിൽ നിന്ന് മറച്ചു വയ്ക്കുന്നത്? പറ ചന്ദ്രേ. അപ്പോൾ ചന്ദ്ര പറയാണ്, ഞാൻ പറയാം, പക്ഷേ ഇത് മറ്റാരും അറിയരുത്, ഞാൻ ശ്രുതിയെ കാണാനാണ് പോയത്. ശ്രുതിയെയോ? അതെ ഭാമേ. അങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാമേനോട് പറയാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര. ശ്രുതിക്ക് ഉണ്ടായ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭാമ പറയണേ, ഇപ്പം എന്തായി? ഞാൻ പറഞ്ഞ പോലെ സംഭവിച്ചില്ലേ, അവളവനെ കൊല്ലാതിരുന്നത് നന്നായി. അപ്പോൾ ചന്ദ്ര പറയണേ, നിഷ്കളങ്കനായ എൻ്റെ മോനെ പറ്റിച്ചവൾ ഒരു കാലത്തും ഗതി പിടിക്കില്ല. ഈ വിവരങ്ങളെ വീട്ടിൽ അറിയിച്ചോ നീ? ഇല്ല. എന്നിട്ട് വേണം എല്ലാവരും കൂടി എൻ്റെ മോനെ കൊല്ല ചെയ്യാൻ. ഞാനാകെ തകർന്നിരിക്കുക. ഈ സമയത്ത് ആരെങ്കിലും മനസ്സ് വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവനതിന് താങ്ങാനാവില്ല. അവൻ വല്ല കടുങ്കൈ ചെയ്യുമോ എന്ന് എൻ്റെ പേടി. ഓ, എന്നാലും ഇതൊന്നും ഇത്രയും നാൾ നീ എന്നോട് പറഞ്ഞില്ലല്ലോ ചന്ദ്രേ. രേവതി വിളിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഞാനൊന്നും അറിയില്ലായിരുന്നു. സമയമാകുമ്പോൾ ഞാൻ പറയാമെന്നാണ് കരുതിയത്. അപ്പോഴേക്കും അവൾ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുവാണ് കേട്ടോ. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നതിന് അവൾക്ക് ഞാൻ വച്ചിട്ടുണ്ട്, അഹങ്കാരി. അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതിനെ ആട്ടോ. രേവതി ഇങ്ങനെ റോട്ടിലൂടെ പോകുമ്പോൾ വീടിൻ്റെ അടുത്തുള്ള ചേച്ചീനെ കാണാം. അപ്പോൾ ചേച്ചി ചോദിക്കുകയാണ്, മോളെ നീ വീട്ടിലേക്കാണ് പോകുന്നത്? അല്ല ചേച്ചി, ഞാൻ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ കടയിൽ ചെന്ന് അമ്മേനെ ഒന്ന് കാണാമെന്ന് കരുതി, പിന്നെ പ്രശ്നങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ചേച്ചി പറയാണ്, ഓ എന്നാലും കഷ്ടമായിപ്പോയി, ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ആരും കരുതിയില്ല. വാടക വീടാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും. ഒരു വീട് മാറി വന്ന ഉടനെ തന്നെ വീണ്ടും ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ വീട് മാറാമെന്ന് പറയുന്നത് കഷ്ടമാണ്. അപ്പോൾ രേവതി ഇങ്ങനെ അന്തം വിട്ട് നോക്കുവാണ് കേട്ടോ. ചേച്ചി എന്തൊക്കെയാണ് പറയുന്നത്? ആര് വീട് മാറണമെന്ന് ചേച്ചി പറയുന്നേ? ചേച്ചി പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ മോളൊന്നും അറിഞ്ഞില്ലേ അവിടെ പ്രശ്നമാണെന്നൊക്കെ മോള് പറഞ്ഞതോ? ഞങ്ങളവിടെ വന്നപ്പോൾ ഹൗസ് ഓണറായിട്ടുണ്ടായ പ്രശ്നത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് ചേച്ചി ഉരുണ്ട് കളിക്കുകയാണ് കേട്ടോ. ഓ, അതാണോ മോള് പറഞ്ഞത്? ഓ ശരി മോളെ, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു പോയി. മോള് ഭർത്താവിൻ്റെ ദേഷ്യം അല്പം കൂടുതലാണ്. ചേച്ചി വിഷയം മാറ്റല്ലേ, സംഭവിച്ചെന്താന്ന് പറ. അപ്പോൾ ചേച്ചി പറയേ, ഒന്നുമില്ല മോളെ, ഒന്നുമില്ല, എനിക്ക് എപ്പോഴും അല്പം ധൃതിയുണ്ട്. ചേച്ചി പോവല്ലേ, കാര്യം പറഞ്ഞിട്ട് പോ, എന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ചേച്ചി പറയണ, മോളെ നിന്നെ അറിയിക്കരുതെന്ന് അമ്മ പറഞ്ഞതാ, അറിയാതെ ഞാൻ. എന്താ ചേച്ചി ഒന്ന് പറ. മോളുടെ അമ്മയോടൊക്കെ വീട് മാറാൻ ഹൗസ് ഓണർ പറഞ്ഞേക്കുക. മോളുടെ ഭർത്താവ് ഹൗസ് ഓണറിനെ തല്ലിയില്ലേ, അയാളത് വെറുതെ വിടുമോ? രേവതി പറയണ, പെട്ടെന്ന് അവരോട് മാറാൻ പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? അതെല്ലാം ഹൗസ് ഓണറിനോട് പറഞ്ഞു നോക്കി, പക്ഷേ അയാൾ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാർ. പിന്നെ ഞാനാണിത് പറഞ്ഞതെന്ന് പറയല്ലേ, മോള് വിഷമിക്കണ്ട, ഇതിൽ നല്ലൊരു വീട് കിട്ടും. അങ്ങനെ പറഞ്ഞിട്ട് ചേച്ചി പോവാണ് കേട്ടോ. രേവതി അപ്പം തന്നെ നമ്മുടെ ലക്ഷ്മി അമ്മേനെ വിളിക്കുകയാണ്. മോളെ, നിന്നെ ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാനിരിക്കുമായിരുന്നു, എന്നിട്ട് അവിടെ നടക്കുന്നതൊന്നും എന്നോട് പറയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനെന്നെ വിളിക്കുന്നത്? നിൻ്റെ ഭർത്താവ് ഇവിടുന്ന് ദേഷ്യത്തിലല്ലേ പോയത്? മോള് പറഞ്ഞ് സമാധാനിപ്പിക്കേ, അവനോട് ദേഷ്യപ്പെടാനൊന്നും പോകണ്ട.
നീയും കൂടി ദേഷ്യപ്പെട്ട് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കരുത്. മോനൊന്ന് തണുക്കുന്നത് വരെ മോനോടൊന്നും ചോദിക്കുകയും ചെയ്യരുത്. എന്നോട് ഇതൊക്കെ പറയുമ്പോഴാണ് അമ്മ എല്ലാം മറച്ചു വെക്കുവാണല്ലേ. നിന്നോട് ഒളിക്കാൻ മാത്രം ഇവിടെ എന്ത് നടന്നു എന്നാ? ഞാൻ എല്ലാം അറിഞ്ഞു. അമ്മ എന്ത് തെറ്റ് ചെയ്തിട്ടാ വീട് ഒഴിയാൻ പറഞ്ഞത്? ഇപ്പോൾ ഒരു വീട് മാറ്റം കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഉടനെ ഒന്നുകൂടി മാറണമെന്ന് പറഞ്ഞാൽ മാറിയല്ലേ മോളെ പറ്റൂ. ഞാൻ വന്ന് എന്തായാലും ഹൗസ് ഓണറായിട്ട് സംസാരിക്കാം. ഞാൻ വന്ന് മാപ്പ് പറഞ്ഞോളാം. അമ്മ ഇനി ഒന്നും പറയണ്ട, ഞാൻ ഫോൺ വയ്ക്കാം. അങ്ങനെ ഫോൺ കട്ടാക്കണം കേട്ടോ. അങ്ങനെ രേവതി നേരെ ചെല്ലുന്നത് നമ്മുടെ ഹൗസ് ഓണറിൻ്റെ വീട്ടിലേക്കാണ്. ഹൗസ് ഓണറിൻ്റെ ഭാര്യ ദേഷ്യപ്പെട്ട് രേവതിയെ നോക്കുവാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കണോ, ഒറ്റയ്ക്കാണോ അതോ ആ ഗുണ്ടയും പിന്നാലെ വരുന്നുണ്ടോ? ആൻറ്റി അത് പിന്നെ ഒന്നും പറയണ്ട, അവനെ കണ്ടാലറിയാം വീട്ടിൽ കയറി തല്ലാനും മടിക്കില്ലെന്ന്. അപ്പോൾ ഹൗസ് ഓണർ വന്നിട്ട് ഭാര്യനോട് പറയാണ്, എന്താ ഇതൊന്ന് സമാധാനപ്പെട്, എൻ്റെ ഭർത്താവിനെ തല്ലിയത് കണ്ടേ സമാധാനപ്പെടാൻ എന്നെക്കൊണ്ട് പറ്റില്ല. രേവതി ഇങ്ങനെ വിഷമിച്ച് പറയാണ്, എൻ്റെ ഭർത്താവ് അങ്ങനെ ചെയ്തതിൽ എനിക്കും വിഷമമുണ്ട്. ഓ അതുകൊണ്ടായിരിക്കും നീ നോക്കി നിന്നത്. മാഷെ ആളറിയാതെ അദ്ദേഹം മാഷിനെ ഒന്ന് വെറുതെ ന്യായമൊന്നും പറയണ്ട. അവനെന്താ മറവി രോഗം വല്ലതുണ്ടോ? കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടല്ലേ ഉള്ളൂ, എന്നിട്ട് ആളറിയില്ല പോലും. നിൻ്റെ ഭർത്താവേ എന്നെ തല്ലിയത് നാട് മുഴുവൻ പാട്ടാ. ഇനി നിങ്ങൾ അവിടെ തുടരാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കും? പെട്ടെന്ന് മാറണമെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ 2 ആഴ്ചക്കൊക്കെ മാറിയേ പറ്റുള്ളൂ. ഇപ്പോൾ രേവതി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.